എല്ലാവർക്കും നമസ്കാരം. പൈതൃകം യോഗ പഠന കേന്ദ്രം അന്തർദേശീയ യോഗ ദിനത്തോടനുബന്ധിച്ച് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പൈതൃകം യോഗ വാരം സംഘടിപ്പിക്കുന്നു. 2024 ജൂൺ 18 മുതൽ ജൂൺ 24 വരെ സൗജന്യ യോഗ തെറാപ്പി പരിശീലനം, സൂര്യ നമസ്കാരം ചലഞ്ച്, യോഗ ആരോഗ്യ സെമിനാർ, യോഗാസന മത്സരം, യോഗശ്രേഷ്ഠ പുരസ്കാര സമർപ്പണം, യോഗ പുസ്തക പ്രകാശനം എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരാഴ്ച വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. പൈതൃകം ഗുരുവായൂരിന്റെ വിവിധ പ്രവർത്തനങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. കഴിഞ്ഞ മാസം നമ്മുടെ പൈതൃകം സപ്താഹം, സ്വാമി ചൈതന്യജിയുടെ നേതൃത്വത്തിലുള്ള സപ്താഹം പൈതൃകോത്സവമായിട്ട് കൊണ്ടാടുകയുണ്ടായി. ഇനി അടുത്ത ജൂൺ മാസം ഈ 1-ാം തീയതി, ഏപ്രിൽ 1-ാം തീയതി കുടുംബ സംഗമം പൈതൃക ഇന്റർനാഷണൽ എന്ന പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ജൂണിൽ നടക്കുന്ന യോഗാ ദിന പരിപാടികളുമായി ബന്ധപ്പെട്ടാണ്. യോഗാ ദിനം ജൂൺ 21 നമുക്കറിയാം. നമ്മുടെ ആരാധന 2014 ഭാരതം ആവശ്യപ്പെട്ടതനുസരിച്ച് UN അംഗീകരിച്ച ഒരു ദിനമാണ് യോഗാ ദിനം ജൂൺ 21. ആ ജൂൺ 21 വളരെ വിപുലമായ രീതിയിലാണ് പൈതൃകം കൊണ്ടാടാറ്. ഇത്തവണ 18-ാം തീയതി മുതൽ 24-ാം തീയതി യോഗ വാരമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. 18-ാം തീയതി മുതൽ അസുഖങ്ങളുള്ള ആളുകൾക്ക് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരാഴ്ചത്തെ യോഗ തെറാപ്പി ക്ലാസ് സൗജന്യമായി സംഘടിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞാൽ 20-ാം തീയതി സൂര്യ നമസ്കാരം ചാലഞ്ച് നടത്തുകയാണ്. എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാവും ഇത്തരമൊരു ചാലഞ്ച് ഒരു സംഘടന നടത്തുന്നത്. 20-ാം തീയതി നടത്തുന്ന യോഗ ചാലഞ്ച് മത്സരത്തിൽ നമ്മുടെ ആരാധനായ തൃശ്ശൂർ ജില്ലാ യോഗയുടെ സെക്രട്ടറി, യോഗ സംഘടനയുടെ സെക്രട്ടറി പ്രശാന്ത് ഉദ്ഘാടനം നിർവഹിക്കുന്നതും തിരൂർ ഗാന്ധിയം പ്രകൃതി ഗ്രാമത്തിലെ ഡോക്ടർ PA രാധാകൃഷ്ണൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നതുമാണ്. 21-ാം തീയതി യോഗാ ദിനത്തിന് നമ്മുടെ തിരുവത്ര ശ്രീനാരായണ വിദ്യാനികേതൻ സ്കൂളിൽ വെച്ചിട്ട് സ്വാമി ചൈതന്യജി നയിക്കുന്ന ഒരു പ്രഭാഷണം ഉണ്ട്. ഒപ്പം തന്നെ കുട്ടികളുടെ ഒരു സൂര്യ നമസ്കാരത്തിന്റെ ചാലഞ്ച് 400ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. 24-ാം തീയതി നമുക്ക് സമാപനം ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് ആരാധനായ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അതുപോലെ തന്നെ ക്ഷേത്രം ഊരാളനും ദേവസ്വം കമ്മിറ്റി മെമ്പർ കൂടിയായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂരിപ്പാട് എന്നിവരാണ് അതിൽ പങ്കെടുക്കുന്നത്. അത് കഴിഞ്ഞ വർഷവും നമ്മൾ നടത്തിയതാണ്. ആ കുട്ടികളും മാതാപിതാക്കളും ഒക്കെ രുക്മിണി റീജൻസിയിൽ കാലത്ത് 8 മണിക്ക് തന്നെ എത്തി ആ പരിപാടികളിൽ പങ്കെടുത്ത് ഉച്ചയ്ക്കാണ് സമാപന സമ്മേളനം ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത്. അവിടെ വെച്ച് നമ്മുടെ സെയിം യോഗ സെന്ററിലെ തന്നെ ചന്ദ്രൻ P വേലായുധൻ, അദ്ദേഹത്തെ യോഗ മാഷാണ്, അദ്ദേഹത്തെ ആദരിക്കുന്ന യോഗ ശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിക്കുന്നുണ്ട്. അതുപോലെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന നമ്മുടെ പൈതൃക യോഗ പഠന കേന്ദ്രത്തിന്റെ പ്രധാന അധ്യാപകനായ പ്രമോദ് കൃഷ്ണയുടെ പുസ്തകം ഇവിടെ ഈ ഒരു ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്യുന്നുണ്ട്. 2-ാം വോള്യമാണ് പ്രകാശനം ചെയ്യുന്നത്. ഈ യോഗ വാരത്തിന്റെ സമാപനം നടക്കുന്ന 24-ാം തീയതിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ 500ഓളം കുട്ടികൾ പങ്കെടുക്കുന്നു. ആ കുട്ടികൾക്ക് മാതാപിതാക്കൾക്കുള്ള ഭക്ഷണം അവിടെ ഒരുക്കിയിട്ടുണ്ട്, രുക്മിണി റീജൻസിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റ് പൈതൃകം ഗുരുവായൂർ നൽകുന്നുണ്ട്. ഇവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടക്കുന്നത് 24-ാം തീയതി ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. നമ്മുടെ സത്സംഗത്തില് പങ്കെടുത്തവര് ദിവാകരേട്ടൻ നമ്മുടെ സപ്താഹ കമ്മിറ്റിയുടെ ട്രഷററായി പ്രവർത്തിച്ച അദ്ദേഹം, അത് മാത്രമല്ല ഇപ്പൊ യോഗ വാരം ഉദ്ഘാടനം അതിന്റെ സ്വാഗത സംഘം കമ്മിറ്റിയുടെ രക്ഷാധികാരിയാണ്. ദിവാകരേട്ടനെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഡോക്ടർ KB പ്രഭാകരൻ, അദ്ദേഹം സപ്താഹ സമിതിയുടെ വർക്കിംഗ് ജനറൽ കൺവീനറായിട്ട് പ്രവർത്തിച്ച വ്യക്തിത്വമാണ്. മാത്രമല്ല ഈ യോഗ വാരത്തിന്റെ വർക്കിംഗ് കൺവീനറാണ്. അതുപോലെ സ്മിത നേരത്തെ നമ്മുടെ ഇവിടെ വന്ന് നമുക്ക് ഈ പൈതൃകത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ട് വന്ന് മെമ്പർഷിപ്പ്, ആജീവനാന്ത മെമ്പർഷിപ്പ് എടുത്ത വ്യക്തിയാണ്. അവരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. മുരളിയേട്ടൻ പഞ്ചവടി സ്വദേശിയാണ്. മാത്രമല്ല മുരളി വാക്കിയിൽ നമ്മുടെ മെമ്പറാണ്. അദ്ദേഹത്തെ ഈ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. രവി വട്ടരംഗത്ത് നമുക്ക് പൈതൃകം ഗുരുവായൂരിന്റെ മാനേജർ എന്നുള്ള നിലയിൽ ഈ ഓഫീസിന്റെ സംവിധാനം നിർവഹിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ശ്രീകുമാർ P നായർ, അദ്ദേഹം നമ്മുടെ ആധ്യാത്മിക കാര്യങ്ങൾക്ക് നാരായണീയ സമിതി അതുപോലെ അതിനൊക്കെ നേതൃത്വം നൽകുന്നു. മാത്രമല്ല സപ്താഹ സമിതിയുടെ കൺവീനറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഇത് പ്രമോദ് കൃഷ്ണ, നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ പൈതൃക യോഗ പഠന കേന്ദ്രത്തിന്റെ
അധ്യാപകനാണ്, അതിന് നേതൃത്വം നൽകുന്ന വ്യക്തിത്വമാണ്. മാത്രമല്ല കഴിഞ്ഞ വർഷത്തെ സപ്താഹത്തിനാണ് പ്രമോദ് കൃഷ്ണൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഒരുപാട് കാലഘട്ടത്തിൽ പൈതൃകത്തിൽ പ്രവർത്തിച്ച് ഉള്ളൊരു പരിചയത്തോട് കൂടിയിട്ട് ഈ ഒരു യോഗ വാരത്തിന്റെ ജനറൽ കൺവീനറായി പ്രവർത്തിക്കുന്ന പ്രമോദ് കൃഷ്ണ. അതുപോലെ ഒരു പ്രത്യേകത ഉള്ളത്, സ്വാമിജി ചൈതന്യജി നിർദ്ദേശിച്ചനുസരിച്ചിട്ട് കേശാധിവാദം യോഗ നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. അലീഷയാണ് അത് അവതരിപ്പിക്കുന്നത്. നമുക്കൊക്കെ ഏവർക്കും പ്രിയപ്പെട്ട ആയുർവേദ ഡോക്ടറായ ഡോക്ടർ അമ്മിണിയുടെ മകളാണ് അലീഷ. അപ്പൊ ഇത്തരം പരിപാടികളിലൊക്കെ നിങ്ങളുടെ അവരുടെയും സഹായവും സഹകരണവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുന്നു.